ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്ന കരുതുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ 192 സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ സമയം ഒരു 10-10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ കൂടിയാണ് കേട്ടോ. സാധാരണ മോർണിംഗിൽ ചിയാ സീഡ് വെള്ളം കുടിക്കലുണ്ട് കേട്ടോ. ചിയാ സീഡ് ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് ഒന്നെങ്കിൽ ഹണി ചേർക്കും അല്ലെങ്കിൽ ഒന്നും ചേർക്കത്തില്ല, അങ്ങനെ കുടിക്കലുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ രാവിലെ ചിയാ സീഡ് കുടിക്കുന്ന ചില ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വയറല്ല ഫില്ലിങ് ആയപ്പോൾ തോന്നും കേട്ടോ. പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്ക് ഒന്നും കൂടി ബെസ്റ്റാണ്. പിന്നെ കൂടുതലായിട്ട് വിശപ്പ് തോന്നിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയിൽ കൂടി ക്ലീനിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ കൂടെ ആണല്ലോ. സാധാരണ ഫ്രൈഡേസിൽ ഒക്കെ നല്ല സ്പെഷ്യൽ ഫുഡൊക്കെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഞങ്ങൾ കരുതി എന്തെങ്കിലും സിമ്പിളായിട്ട് മതിയെന്ന്. അപ്പോൾ സാദാ ചോറും തക്കാളി കൂട്ടാനും പിന്നെ കാട ഫ്രൈയും ആക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ തക്കാളി കൂട്ടാനും ചോറൊക്കെ നല്ല കോമ്പിനേഷനാണല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിലാക്കി കൊണ്ടുപോകലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്നാൽ അതന്നെ ആക്കാമെന്ന് കരുതിയേക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കട ഫ്രൈ ആക്കാൻ വേണ്ടി മസാല ഒക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള നമ്മളെ ചിക്കനൊക്കെ പൊരിക്കുന്ന അതേ ഒരു മസാല തന്നെയാണ് കേട്ടോ അതിനും ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഇടണത്, എണ്ണയിൽ പൊരിക്കലില്ല. ഇതിലാകുമ്പോഴും നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടലുണ്ട് കേട്ടോ. ഉള്ളെല്ലാം സോഫ്റ്റ് ആയിട്ട് പുറത്തെല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് കട അങ്ങനെ ഫ്രൈ ചെയ്യല കേട്ടോ പതിവ്. ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇടയ്ക്ക് ഫിഷ് ആണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ അതവിടെ ഫ്രൈ ആവാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സാലഡും കഴിക്കലുണ്ട് കേട്ടോ. അത് നമ്മൾ ഹെൽത്തിന് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ കൂടുതൽ ചോറ് കഴിക്കുന്നതിന് പകരം പകുതി സാലഡും കഴിക്കും. ഇപ്പോൾ കുറച്ച് ഡയറ്റ് എടുക്കണോണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഇടയിൽ കൂടെ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നത് എന്താ വാട്ട് ഇടയാണോ? അപ്പം അല്ല, ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മൾ ഇത് കുക്കുംബറും ക്യാരറ്റും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി വയറ് ഫില്ലായി കിടക്കണ പോലെ തോന്നും കേട്ടോ. പെട്ടെന്ന് വയറ് നിറയണ പോലെ തോന്നും. എന്നാൽ അധികം ചോറ് കഴിക്കാനും നമുക്ക് തോന്നില്ല. അതിന് പകരമായിട്ട് നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ നമുക്കെല്ലാം ഫില്ലിങ് പോലെ തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ 2-3 വീക്സൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ കഴിക്കൽ. അപ്പോൾ ഇതാ നമ്മളെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും മുകളിലെല്ലാം ക്രിസ്പി ആക്കാരം. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന മസാല അതുമൊന്നും പോവില്ല. മറ്റേ നമ്മൾ ഓയിലിടുമ്പോൾ മസാല കുറേ പോവുമല്ലോ. അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടോ. നമ്മളെ ഡേറ്റ്സും നട്ട്സും പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഈ മിക്സർ സംഭവം കൊടുന്ന് വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് തുറക്കാൻ കിട്ടായിട്ട് ഇത് എങ്ങനെയാണ് തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാക്ക അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് തുറക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എല്ലായിടത്തേക്കും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ മോട്ടർ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കുടിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാസ്ക് ഒഴിച്ച് വേണമെങ്കിലും കുടിക്കാം. പിന്നെ അത് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ ഊരിയിട്ട് അതിനെ വേറെ ടോപ്പ് ഇട്ടിട്ട് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായ സാധനമാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഫിലിമാണെന്ന് കരുതി ഒരു നമ്മളെ വിജയൻ്റെ മാസ്റ്റർ എന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടൈം പാസ് വേണ്ട, കാരണം പകൽ സമയത്ത് പുറത്തൊക്കെ പോകാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. വൈകുന്നേരം ആയാലും ചൂടാണ്. നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷമാണ് ഞങ്ങളധികം പുറത്തേക്ക് ഇറങ്ങൽ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഒരു 5-5:30 ആയപ്പോൾ കരുതി ഒരു നഗറ്റ്സും
ഒരു കോഫിയൊക്കെ ആകാൻ, അതും കോൾഡ് കോഫി. സാധാരണ ഞാൻ ചായ കുടിക്കലില്ല വൈകിട്ട്, പക്ഷെ ഇന്ന് എന്തോ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ചിക്കൻ നഗറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കണ്ടേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫീൻ്റെ ഗോൾഡ് ആട്ടോ. ഇത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടി. അപ്പോൾ ഞാൻ ഡാൽഗോണ കോഫീൻ്റെ സംഭവമാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് കോൾഡ് കോഫി പോലെ അങ്ങനെ ആക്കാമെന്നൊക്കെയാണ് എൻ്റെ വിചാരം. അപ്പോൾ ഒരു കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കോഫി ബീറ്ററിട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ ഇളം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ അരിപ്പിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ പതൊക്കെ ഇങ്ങനെ പൊന്തണ കാണാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറും ഇങ്ങനെ മാറി ഈ ഡാർക്ക് കളറൊക്കെ മാറിയിട്ട് ഒരു ക്രീം കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഒന്നും കൂടി ഞങ്ങൾക്ക് ക്രീം ആക്കണമെങ്കിൽ അതേപോലെ ആക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കണുള്ളൂ. ഞാൻ ഇത് കുറച്ചായിട്ട് ഉണ്ടാക്കണം, കാരണം ടെസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള കോഫി പൗഡറും പഞ്ചസാരയും ഇതേപോലെ അതിന് മുകളിലാക്കി കൊടുക്കുക. ഇതിപ്പോൾ സാധാ കോഫി ആണെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ കൊയ്ക്കുക, വെള്ളം ചേർക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഡാൽഗോണൻ്റെ സംഭവം ഉണ്ടാക്കിയത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ ഡാൽഗോണ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് കുലുക്കി പതപ്പിച്ചെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ കോഫിയും നഗറ്റ്സൊക്കെ സെറ്റായി. കുടിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, കോഫി ഐസും കട്ടിട്ട പോലെ തന്നെ. അതന്നെയാണല്ലോ ഉണ്ടാക്കിയതും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് മരുമതിന് ശേഷം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നിരുന്നു കേട്ടോ. ഇത് ഒരു വെൽവെറ്റിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പ്, പിന്നെ അതിലേക്ക് ഒരു ഗ്രീൻ കളറ് ഷോള്, അത് എന്നിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഒരു വാച്ചൊക്കെ കിട്ടി. എനിക്ക് കൈമ വള ഒന്നും വേണമെന്നില്ല, ഒരു വാച്ച് മസ്റ്റാണ്. അപ്പോൾ ഈ വാച്ച് ചെയ്യുന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് തന്നിരുന്ന വാച്ചാണിത്. ഒരു റെഡോൻ്റെ ഒരു സിൽവർ ഷെയ്ഡ്. പിന്നെ അതിൽക്കൊരു കുട്ടി ബാഗും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി സെറ്റ്. ചെരുപ്പിടാൻ മറക്കരുത് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഇതാ നമ്മളിപ്പോൾ പോണത് മാക്സിക്കാണ്. കാക്കുവിന് കുറച്ച് പർച്ചേസ് ചെയ്യേണ്ട അവിടുന്ന്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് മാക്സിക്ക് എന്നിട്ടാ. പാൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. പാൻസിന് തന്നെ കളക്ഷൻസ് ഇത്ര തോനെ വെറൈറ്റീസ് ഓഫ് പാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാനതൊന്നും ശ്രദ്ധിക്കലുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ചെന്ന് നന്നായി ശ്രദ്ധിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് നൈക്കിൻ്റെ ഷോറൂമൊക്കെ എന്നിട്ടാണ്. അവിടെ ചെന്ന് ഷൂവും കാര്യങ്ങളൊക്കെ നോക്കി. അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നിട്ട് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാക്സിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഫൈനലി 5 റിയാൽ കടയിൽക്കാട്ടോ. 5 റിയാൽ 11 റിയാൽ അങ്ങനത്തെ ഒരു ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്നാട്ട് നമ്മൾ ടിഷ്യൂ അങ്ങനത്തെ ഒക്കെ എടുക്കൽ, ടിഷ്യൂസ്, പിന്നെ നമ്മൾ സുപ്ര അങ്ങനത്തെ, പിന്നെ ഈ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സുള്ള ഇക്കാരം. പിന്നെ നമ്മൾ കുറേ ജാറ്, നമ്മൾ ബോക്സസ്, നമ്മൾ ഫുഡൊക്കെ ഇട്ടേക്കാൻ പറ്റുക അങ്ങനത്തെ ബോക്സസും ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനത്തെ അലർച്ചിലർ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുക്കലുണ്ട് കേട്ടോ. അവിടെ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, നൈറ്റ് ഡ്രസ്സ്, അങ്ങനെ കുറേ ഡ്രസ്സും ചപ്പൽസും ഒക്കെ ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിക്കും, എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ബില്ല് ചെയ്യൽ. അപ്പോൾ അതാ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കലുണ്ട് കേട്ടോ. സ്പൂണ്, മഗ്, അങ്ങനത്തെ ഒക്കെ നല്ല കോഫി മഗ് ഒക്കെ ഉണ്ടാവലുണ്ട് അവിടെ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ ബത്താത്തീസിൻ്റെ ഷോപ്പ്. ഒരു താത്ത ഉണ്ടാക്കി തരുന്നത്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. നമ്മൾക്ക് ഇഷ്ടമുള്ള സോസും കാര്യങ്ങളൊക്കെ ആക്കുക. എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കലുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസുമാണ് ബാക്കിയുള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.